ആയിരുന്നു. അതുപോലെ ശ്രീ E.A. ശ്രീധരൻ മാസ്റ്റർ അവിടെ ആ കാലത്തെ PET ആയിരുന്നു. അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം രാജപുരം സ്കൂളിന് കിട്ടിയ സ്വത്തായിരുന്നു. ലില്ലിക്കുട്ടി ടീച്ചർ, വോളിബോൾ ടീമിലുണ്ടായിരുന്ന എല്ലാവരും വളരെ ആദരവോടുകൂടി സ്മരിക്കുന്ന ഒരു പേരാണ് ടീച്ചറുടേത്. മൂന്നുപേരെയും ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. എൻ്റെ പേര് സുരേന്ദ്രൻ. ഞാൻ പാണപ്പുഴ താമസിക്കുന്നത്. എൻ്റെ ഭാര്യ സവിത കർണാടകയിലെ കല്യാണം കഴിച്ച് കടപ്പ സുബ്രഹ്മണ്യത്തിലാണ്. എനിക്ക് 3 മക്കൾ. മൂത്തവൻ MCA കഴിഞ്ഞു, ക്വാളിറ്റി ചെയ്യാണ്. ഞാൻ രാജ്യത്ത് ESL ഓഫീസിൽ 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. സ്വാഗതം ചെയ്യും. സാറിന്റെ സിസ്റ്റർ ആയിരുന്നു ശ്രീമതി P.K. മേരി ടീച്ചർ. ടീച്ചർ ഇപ്പോൾ ഈ ബായിക കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്നതാണെന്ന്. അപ്പം നമ്മുടെ ഓർമ്മക്കൂട്ടിലേക്ക് നമ്മൾ ഡിസംബർ മുതൽ പ്രവർത്തനം ആരംഭിച്ച് ഈ വഴിയിലെത്തി. അതിനുവേണ്ടി നമ്മൾ തോമസ് വി മാത്യു കാനഡയിൽ നിന്ന്, ജോൺ PG ദുബായിൽ നിന്ന്, പിന്നെ ജെയിംസ് സ്റ്റീഫൻ സൗദി അറേബ്യയിൽ നിന്ന്, അങ്ങനെ 5-6 വ്യക്തികൾ നമുക്ക് സാമ്പത്തികമായിട്ട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ എപ്പോഴും ഇതിനുവേണ്ടി മുൻകൈ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജോൺ PG, തോമസ് വി മാത്യു. അപ്പൊ എൻ്റെ പേര് സ്റ്റീഫൻ. 10 ബീലായിരുന്നു. ഒരു ഭാര്യ, ഒരു മകൻ, ഒരു ഭർത്താവ്. അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പൊ ഇവിടെ രാജപുരം ടൗണിൽ തന്നെ കച്ചവടമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വന്ന് ചേരാനും ആ പോയിന്റിൽ നിന്നാണ് ഞങ്ങൾ ഇതിന്റെ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു 3-4 തവണ എൻ്റെ കടയിൽ നിന്നാണ് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ സെറ്റപ്പ് ഇപ്പൊ ഇവിടെ പൂർത്തിയായെന്ന് വിചാരിക്കുന്നു. കമലാക്ഷി 2 തവണ വന്നു. ഒരു തവണ പിന്നെ PJ ഗ്രേസി വന്നു. പിന്നെ ഗ്ലാഡി ടീച്ചർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. 3 വനിതകൾ നമ്മുടെ കൂട്ടത്തിൽ സഹകരിച്ചു. പിന്നെ ഏറ്റവും ആദ്യം നമ്മുടെ ഓർമ്മക്കൂട്ടിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോപിനാഥനോടാണ് പറഞ്ഞത്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഗോപിനാഥൻ പറഞ്ഞു, ഞാൻ എല്ലാ പിന്തുണയുണ്ടാവും, ഏത് സമയത്തും വരും. പുള്ളി അതിനുവേണ്ടി എല്ലാത്തിനും സഹകരിച്ചു. പിന്നെ കൂടുതലായിട്ടും എൻ്റെ മോൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാലക്കലിലാണ് താമസം. രാജപുരത്തെ ഫെഡറൽ ബാങ്കിന്റെ മുമ്പിലാണ് കട. അവിടെ സാധനം വന്ന് വാങ്ങിക്കണം, അപേക്ഷിക്കണം. എൻ്റെ പേര് ഫസിയായിരുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. ഭർത്താവിൻ്റെ പേര് അബ്രഹാം. ഞങ്ങൾ പുറങ്ങിലാണ് താമസിക്കുന്നത്. പിന്നെ മോന് കാലങ്ങട് LIC ഓഫീസിൽ ജോലി ചെയ്യുന്നു. അവിടെ 2 മക്കളുണ്ട്. മോള് ന്യൂസിലാൻഡിലാണ് ജോലി ചെയ്യുന്നത്. അവളിപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ മോൾ ബാംഗ്ലൂർ പഠിക്കുന്നു. കൂട്ടുകാർക്ക് നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. പാണപ്പുറം താമസം. ഇപ്പോൾ മാമക്കാല് ആൻഡർസൺ താമസിക്കുന്നു. പുതുമ SPTയിൽ ജോലി ചെയ്യുന്നു. ഒരു ഭാര്യയും 2 മക്കളുണ്ട്. മകൻ B.Tech പഠിക്കുന്നു. മോള് +2 ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യമായി വേദിയിലിരിക്കുന്ന നമ്മുടെ അകക്കണ്ണ് തുറപ്പിച്ച ഗുരുഭൂതന്മാർക്ക് വണക്കം. എൻ്റെ സ്വന്തം വീട് നീരിമല കള്ളാനം എന്ന സ്ഥലത്തായിരുന്നു. പിന്നെ എന്നെ കല്യാണം കഴിച്ചത് കരിവേടകം പൂക്കയം ഭാഗത്ത് കണ്ടോത്ത് എന്ന വീട്ടിലാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് തോമസ്. 3 മക്കളുണ്ട്. മൂത്ത മകൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയും അവനും ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. 3 മാസമായ ഒരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ മകൻ ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പുരോഹിതനാണ്. അവന് ചേർക്കുന്നൽ കല്ലൂർ പള്ളിയിൽ 2.5 വർഷമായിട്ട് ഇടവക വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. കൂടാതെ ചൈതന്യ നമ്മുടെ സോഷ്യൽ വർക്കറായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. 3ാമത്തെ മോള് MBA കഴിഞ്ഞ് ഇപ്പോൾ ജോലിയിലാണ്. എൻ്റെ പേര് ഭാരതി. ഞാൻ മണിക്കയിലാണ് താമസമുണ്ടായത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞത് മുടിയാർ പഞ്ചായത്ത് കാനത്തൂര്. ഭർത്താവും 2 മക്കളുമായി സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. ഒരു മൂത്ത മകൻ ഗൾഫിൽ ദുബായിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു. 2ാമത്തെ ആൾ കൃഷിക്കാരൻ. ഹലോ, എൻ്റെ പേര് ജോലി ചെയ്യും. 10 ഏക്കർ പഠിച്ചത്. പഠിക്കുന്ന
മുന്നക്കരയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ 25 വർഷമായിട്ട് ഗവൺമെന്റ് സർവീസിൽ വർത്തൈ സ്കൂളിൽ ജോലി ചെയ്യുകയാണ്. എനിക്ക് 5 വർഷം മുമ്പ് എൻ്റെ മൂത്തവൻ മരിച്ചു, ഇടത്തൽ മോൻ മരിച്ചു. ഇപ്പോൾ ഒരു പെണ്ണും ഒരാളും ഉണ്ട്. പെണ്ണ് 8ാം ക്ലാസ് 9ലേക്ക് ജയിച്ചു, ചെക്കൻ 3ാം ക്ലാസ്സിലേക്ക് പോയി ജയിച്ചു. ഇതാണ് എൻ്റെ കുടുംബചിത്രം. എൻ്റെ പേര് PK വത്സമ, വീട് കൊട്ടോടി, കല്യാണം കഴിക്കുന്നത് കോഴിച്ചാലാണ്. ഭർത്താവ് ഒരു ചെറിയ ഷോപ്പ് നടത്തുന്നു. 3 പെൺകുട്ടികളാണുള്ളത്. മൂത്തയാള് നേഴ്സാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ കുട്ടികളൊരു ജോലിക്ക് പോകില്ല. ഹസ്ബൻഡ് കുവൈത്തിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെയാള് സിവിൽ എഞ്ചിനീയറാണ്. അവരുടെ ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയറാണ്. ബഹ്റൈനിൽ അവർ സെറ്റിലാണ്. ഇടയാള് ഡിഗ്രിക്ക് പഠിക്കുന്നു, BSc കെമിസ്ട്രി ആലക്കോട്. പിന്നെ എന്നെ പഠിപ്പിച്ച PK ജേക്കബ് സാറും PK മേരി ടീച്ചറൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പേടിയായിട്ടുണ്ട്. കാരണം PK മേരി ടീച്ചറിന് ഫിസിക്സ് പഠിച്ചില്ലെങ്കിൽ നല്ല അടി കിട്ടും. അപ്പോൾ അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്വേഷണം പറയുക. പിന്നെ മറ്റുള്ള ടീച്ചേഴ്സിനെയൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇരിക്കുന്ന മുക്കാലും എൻ്റെ പരിചയക്കാരാണ്. അല്ലേ, കുറേ കൂടെ ഉണ്ട് ഇവിടെ ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരെയും എനിക്കറിയാം, പക്ഷെ എന്നെ അറിയുന്നില്ല. ജെൻസിനെ കുറേ പേരെ അറിയത്തില്ല, എന്നാലും കുറച്ച് പേരെയൊക്കെ അറിയും. ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നു. ഒരുപക്ഷെ ഇത് ആദ്യത്തെ അവസരത്തെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ സമ്മതിക്കാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് സെന്റിമോൻ മാത്യു. ഞാൻ തൻസിയിലായിരുന്നു. ചെറിയ 4-5 കുട്ടികളിൽ ഒരുവൻ. പിന്നെ ഞാൻ കോഴിച്ചാലിലാണ് താമസം. 22 വർഷം ആസാം റൈഫിൾസിൽ ജോലി ചെയ്ത് 2004 റിട്ടയറായി. ഇപ്പം റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കുന്നു. എൻ്റെ ഭാര്യ LHI ആയിട്ട് പുലിങ്ങോത്ത് ജോലി ചെയ്യുന്നു. 2 ആൺകുട്ടികൾ. മൂത്തവൻ MBAക്ക് കോയമ്പത്തൂർ പഠിക്കുന്നു. ഇളയ കുട്ടി 10ാം ക്ലാസ് ഇപ്രാവശ്യം ജയിച്ചു. എൻ്റെ പേര് ഗ്രേസി PM. എൻ്റെ ഭർത്താവ് കുര്യൻ, ബാങ്കിൽ ജോലിയായിരുന്നു. 2 വർഷമായിട്ട് റിട്ടയർഡായി. 3 മക്കള്. മൂത്തത് ജെൻസൺ, അവൻ ഇറ്റലിയിൽ. രണ്ടാമത്തെ മോൻ എറണാകുളത്ത്. മൂന്നാമത്തെ മോള് ജീതു, അവള് BSc നേഴ്സ്, 4ാം വർഷം മംഗലാപുരത്ത് പഠിക്കുന്നു. ക്ലാസ് 7 ലാസ്റ്റ് ബെഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു 3-4 പേര് സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെട്ടതാണ് ഞാൻ. ഒന്ന് ഞാൻ, TV ജേസ്, അങ്ങനെ ഏതാനും കലാകാരന്മാർ. ദിവസകാലത്ത് ഏത് സമയത്തും ഞങ്ങളാണ് നേതൃത്വം കൊടുത്തുകൊടുത്തത്. ഏത് ഒട്ടം പരിപാടിയും ഞങ്ങളുണ്ടായിരുന്നു. അത് പലർക്കും അറിയാമായിരിക്കും. എൻ്റെ പേര് ലൂക്ക TJ, വീട്ടുപേർ തടത്തിൽ, മാനപ്പിൽ താമസം. എൻ്റെ ഭാര്യയുടെ പേര് റീന. 2 ആൺകുട്ടികളാണ്. മൂത്തവൻ ഡിഗ്രി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഡിഗ്രി അതിൻ്റെ +1 കഴിഞ്ഞ് ഇവിടെ കയറാൻ പോകും. ഇതാണ് എല്ലാവർക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാഷ് MT പ്രത്യേകം നമസ്കാരം. അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതുപോലെ ഒരു മാഷാണ് സ്റ്റീഫൻ സാർ. हमारे बच्चे के पर അതേമില്ല. പക്ഷേ ഈ ഒരു വേളയിൽ ഞാൻ ഓർമ്മിക്കാൻ എല്ലാവർക്കും അറിയാം സ്റ്റീഫൻ സാറിന്. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പഴയ കാല സുഹൃത്തുക്കൾ എല്ലാം നമസ്കാരം. എൻ്റെ പേര് ദാമോദരൻ, പേരിയാണ് താമസം. ഇപ്പോൾ 2006 ശേഷം HM ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നിലവിൽ പാണൂർ എന്ന സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കുടുംബാര്യങ്ങളിൽ ഭാര്യയുണ്ട്. നേരത്തെ എൻ്റെ മാമൻ കൃഷ്ണമാണ് പറഞ്ഞ പോലെ ഒരു കാര്യമല്ല, എനിക്ക് ഒരു കാര്യമുള്ളൂ എടുത്ത് പറഞ്ഞില്ല. ഭാര്യയുടെ പേര് ലക്ഷ്മിയാണ്. അവർ വീട് കാട്ടി പറയുന്നു. പിന്നെ 2 മക്കളാണ്. മൂത്തമോള് BSc നഴ്സിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ മോൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ അവരുടെ ആ ഡോക്ടർ ഫസ്റ്റ് കാണുന്ന മോൻ. 2ാമത്തെ ITI കഴിഞ്ഞിരിക്കുന്നു, ഇലക്ട്രീഷ്യൻ. അടുത്ത ഡിപ്ലോമയ്ക്ക് ചേർക്കാൻ വേണ്ടിയിരിക്കുന്നു. ഉള്ളൂ. പിന്നെ ഇനിയൊരു സംഭവം നടക്കാൻ
ചുക്കാൻ പിടിച്ച ആരായാലും അവർക്ക് പ്രത്യേകം നൽകിയ ഈ സമയത്ത് അറിയിക്കുകയാണ്. പിന്നെ ജെൻസിൽ ഏകദേശം ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന മുന്നേറാണ്. ലേഡീസും കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ കൂടുതൽ പഠിത്താവുന്നൊരു ധാരണയില്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് പല മുന്നേറും കാണുമ്പോഴാണ് ബസ്സിലും അങ്ങനെ കാണുന്നത്. പിന്നെ സ്ഥിരമായിട്ട് കണ്ടു തീരുമാനിച്ചത് നമ്മുടെ ഗാഡ് ടീച്ചർ ഞാൻ ഇവിടെ ചെറുപുഴ സ്റ്റേറ്റിനെ ഇവിടെയൊക്കെ കയറാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ ടീച്ചർ ഒട്ടുമുക്കാലും അവിടെ കാണും. പിന്നെ നമ്മളെ സ്കൂളിൽ അറ്റൻഡറായിട്ട് നിൽക്കുന്ന വേദിയിലിരിക്കുന്ന നല്ലവരായ അധ്യാപകരെ പലരുടെയും മുഖങ്ങൾ പരിചയമുള്ളതാണ്. ഏറെ സന്തോഷമുണ്ട് നിങ്ങളെ അടുത്തുനിന്ന് വരികയും കാണുകയും ചെയ്യാൻ സാധിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് ഈ ഫോട്ടോ ഇങ്ങനെ പ്രദർശിപ്പിച്ചത്. ഇവിടെ അനേകം ഗ്രൂപ്പുകൾ കടന്നുപോയെങ്കിലും ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഈ വർഷം കണ്ടത്. ഏറെ അഭിനന്ദിക്കുകയാണ്. ഞാനൊക്കെ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെയൊക്കെ സ്കൂളിലെ പഴയ SSLCയുടെ ഫോട്ടോ കാണുമ്പോഴും ഇല്ലാത്ത ഒരു വലിയ വികാരമുണ്ടാകുക. തീർച്ചയായിട്ടും ഇപ്പോൾ കാണിച്ച ആ സഹോദരൻ കാണിച്ച ഫോട്ടോ അന്നത്തെ കാലത്ത് ഒരു ചുള്ളനായിട്ട് നിന്നത് ഇന്നും വലിയ കുഴപ്പമില്ലാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ആ ബാച്ചിലെ തന്നെ താരങ്ങൾ എനിക്ക് ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും പിന്നിലത്തെ ആരാണെന്ന് എനിക്ക് കണ്ടില്ല, ആളെ കണ്ടില്ല, ഏറ്റവും പിന്നിലത്തെ ബെഞ്ചിലിരുന്ന് അടിച്ചു പൊളിച്ച് കമന്റ് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ഈ സ്കൂളിൽ വന്നത് ഏറെ എന്നെ സംബന്ധിച്ചോളം നിങ്ങളുടെയൊക്കെ ഒരു അനുജനായിട്ട് കണ്ടാൽ മതി. ഏറെ സന്തോഷം തോന്നുകയാണ് നിങ്ങൾ ഇത്രയും പേര് പങ്കെടുത്തത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഏറെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഹൃദയ താളുകളിൽ തങ്കലിപികളിൽ ഹോളി ഫാമിലി എന്നുള്ളൊരു ശബ്ദം എന്ന് തുടിക്കുന്ന ഒരു വികാരം ഉണർത്തട്ടെ. നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ ഈ ഹോളി ഫാമിലിയുടെ അമ്മ തട്ടിൽ നിന്നും നിങ്ങൾ പഠിച്ചിറങ്ങിയപ്പോൾ നിങ്ങൾ പങ്കുവെച്ച അനേകം മധുര സ്മരണകൾ ഒരുപക്ഷെ ഒത്തിരി സമരങ്ങളായിരിക്കാം, ഒരുപക്ഷെ ഒത്തിരി വികൃതി തരങ്ങളായിരിക്കാം. എങ്കിൽ പോലും അന്നത്തെ അധ്യാപകരോട് മല്ലിട്ടതും എല്ലാം നിങ്ങളുടെ പുതിയ താളുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ മധുരം പങ്കുവയ്ക്കുന്ന നല്ല ഓർമ്മകൾ നിങ്ങൾ അയവിറക്കുമ്പോൾ നിങ്ങളെ ഏറെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഭാവിയിൽ ഈ ഗ്രൂപ്പ് ഇനിയും ശക്തി ആർജിച്ചുകൊണ്ട് കഴിയുന്നത്ര വ്യക്തികൾ പങ്കെടുത്തുകൊണ്ട് ഇനിയും ഈ ഹോളി ഫാമിലിയുടെ കവാടത്തിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ ഏറെ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്ന ഒരു ഉയർച്ച അടിക്കടി സ്കൂളിലുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. ഏറെ നന്ദിയോടുകൂടി നിങ്ങളെ ഓർക്കുകയാണ്. ജീവിതത്തിന്റെ തിരക്കിൽ നിന്നും സമയങ്ങൾ മാറ്റിവെച്ച് ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വരാനും ഒത്തുകൂടുവാനും നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നിങ്ങൾക്ക് ഏറെ നന്മകൾ നേരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിലും ഏറെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം ഞാൻ 12 മണി മുതൽ ഒരു വീട്ടുകാർ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് പാലുകാച്ചൽ. ഇനിയും ഞാൻ താമസിപ്പിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന്. അതുകൊണ്ട് സദ്യം എന്നോട് ക്ഷമിക്കുക. ഞാൻ തിരക്കുണ്ടായ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഒഴിവാകുന്നത്. എങ്കിൽ പോലും നിങ്ങളുടെ മധുര സ്മരണകളിൽ ഓർമ്മകൾ എന്തെങ്കിലും ഹോളി ഫാമിലിയെ ഓർക്കുന്ന അവസരത്തിൽ ഈ ദിവസം ഇവിടെ വരാൻ സാധിച്ചതിലും എന്നോടൊപ്പം നമ്മളോടൊപ്പം ആയിരിക്കാൻ ദൈവം നൽകി കൃപയ്ക്ക് നന്ദി പറയുന്നു. നന്ദി. വേദിയിരിക്കുന്ന ആദരണീയരായ ഗുരുകൂട്ടന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആ പാത പിന്തുടരാൻ എനിക്ക് സാധിച്ചു എന്നത് വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു അധ്യാപകനാണ്. കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭാര്യയും അധ്യാപികയാണ്. GLPS കൊടുമ്പൂരിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ മകനും മകളും ഈ വിദ്യാലയത്തിലാണ് പഠിച്ചത്. മകൻ ഇപ്പോൾ പാലക്കാട് NSS കോളേജിൽ ബിടെക് ചെയ്യുന്നു. മകൾ ഈ വിദ്യാലയത്തിൽ ഈ വർഷം SSLC പാസ്സായി സന്തുഷ്ടമായ ജീവിതമാണ് നയിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷം. താമസം കൂടങ്ങ്. വേദിയിലിരിക്കുന്ന ആദരണീയരായ അധ്യാപകർക്ക് വന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ലൂക്ക. 10A ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. താമസിക്കുന്നത് കോടോത്ത്. ഇപ്പോൾ കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. ഭാര്യയുടെ പേര് ജാൻസി. അതേ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്നു.
3 മക്കൾ. മൂത്ത മകൻ BDS 4ാം വർഷം പഠിക്കുന്നു. മോള് BTech പഠിക്കുന്നു. ഏറ്റവും ഇളയ ആള് മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട്ടിലിരിക്കുന്ന എൻ്റെ ആധുനികരായ അധ്യാപകരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ സഹപാഠി, ഏതാണ്ട് 37 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും വരാന്തയിലുമായി ഓടിക്കളിച്ച ആ മുഖങ്ങൾ തിരിച്ചറിയണമെങ്കിൽ പലപ്പോഴും ഈ ഫോട്ടോയിലേക്ക് എന്നെ നോക്കേണ്ടി വരികയാണ്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു സുദിനമാണിത്. എല്ലാവരുടെയും അവരവർക്ക് അവരുടേതായ വ്യക്തിപരമായ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരുടെയും മുഖം വളരെ പ്രസന്നമാണ്. ഈ അനർഹമായ നിമിഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. ഞാൻ 10ാം ക്ലാസ് ഡിയിൽ പഠിച്ചിരുന്നു. 10 ഡിയിലെ ലീഡറായിരുന്നു. നമ്മളെ കണക്ക് പഠിപ്പിച്ചത് അന്നമ്മ ടീച്ചറാണ്. അന്നമ്മ ടീച്ചർ ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോൾ, ടീച്ചറെ വടി വേണ്ടേ? അപ്പൊ തന്നെ ഞാൻ വിടും. ഓഫീസിൽ പോയി വടിയായി വരുമ്പോഴത്തേനും ടീച്ചർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും തല്ല് കൊള്ളാതെ ഞാൻ അങ്ങനെ ക്ലാസ്സിലുണ്ടായിരുന്നു, രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാവും. അപ്പൊ അങ്ങനെ വർഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് ഞാൻ പാണത്തൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായി ജോലി ചെയ്യുകയാണ്. 2 വർഷം കൂടി ഉള്ളൂ ഇനി റിട്ടയർ ആവാൻ വേണ്ടിയിട്ട്. ഞാൻ അതുപോലെ എൻ്റെ ഭാര്യ ഈ സ്കൂളിൽ തന്നെ ടീച്ചറാണ്, ഫിസിക്സ് സയൻസ് പഠിപ്പിക്കുന്നു. എൻ്റെ മൂത്ത മോൻ BDS കഴിഞ്ഞ് കാഞ്ഞങ്ങാട് പ്രാക്ടീസ് ചെയ്യുകയാണ്. 2ാമത്തെ മോൻ ഈ വർഷം 10ാം ക്ലാസ് പാസ്സായി. 3ാമത്തെ മോന് ഇപ്പോഴേ 6 7 ജയിച്ചിരിക്കുകയാണ്. ചെറിയ, എനിക്കൊരു പ്രായമൊന്നും ആയില്ല കേട്ടോ, 55 വയസ്സായതേ ഉള്ളൂ. ചെറിയ കുട്ടി 6ാം ക്ലാസ് പഠിക്കുന്നു. ഇനി ഒരു സാധ്യത പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹവും, ഇപ്പൊ നമ്മുടെ സഹപാഠികൾ ഒന്നിച്ചു കൂടിയതാണ്. കഴിയുമെങ്കിൽ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, ഞാനും ഒരു സംഘാടകനാണ്, ഒരു ദിവസം വരാൻ കഴിഞ്ഞുള്ളൂ. പല ജോലി തിരക്കുകാരും വരാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും നമ്മുടെ കുടുംബ സംഗമം നടത്താൻ ആവശ്യമായ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് എന്തായാലും TJ അബ്രാഹം അതുപോലെ MS എല്ലാവരും വിചാരിക്കാൻ നടക്കും. അങ്ങനെ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും സകുടുംബം വന്ന് ഇത് സംബന്ധിക്കണമെന്നും ഒരു ആഗ്രഹം കൂടിയുണ്ട്. അവിടെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും നമ്മുടെ കൂടെ പഠിച്ച് ഏതെങ്കിലും സഹപാഠിയുടെ അഡ്രസ്സ് കയ്യിലുണ്ടെങ്കിൽ, ഫോൺ നമ്പർ കയ്യിലുണ്ടെങ്കിൽ ഇത് സംഘാടനം ഏൽപ്പിക്കുകയും നമുക്ക് കഴിയുമെങ്കിൽ അധികം താമസിക്കാതെ ഒരു കുടുംബ സംഗമം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജാങ്കണം 79ന്റെ ഓർമ്മയിലാണ് ഇപ്പോൾ ഞാൻ വന്നത്. കൂടാതെ എന്റെ സൊസൈറ്റിക്ക് കുറിച്ച് നന്ദി, സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങളോട് കൂടി ഞാനിവിടെ കൽപ്പന പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിപാടി എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ ബ്രാഹ്മ സാറിനും സന്തോഷ് സാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയമായ അഭിനന്ദനങ്ങൾ നൽകുന്നു. അതോടൊപ്പം എൻ്റെ എല്ലാ വിദ്യാർത്ഥികളെയും ഓർമ്മി അവർക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ഇത് മുന്നോട്ട് നന്നായി കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അധ്യാപകരെ, മറ്റു സഹപാഠികളെ, എൻ്റെ പേര് തോമസ് എന്നാണ്. പക്ഷെ ഞാൻ അറിയപ്പെടുന്നത് വിൽസൺ എന്ന പേരാണ് അധികം അറിയപ്പെടുന്നത്. ഞാൻ 10th ബിയിലാണ് പഠിച്ചിരുന്നത്. ഇവിടെ ഏകദേശം എല്ലാവരും തന്നെ, ഏകദേശം എല്ലാ ആൾക്കാരും തന്നെ, പിന്നെ സ്ത്രീജനങ്ങളെയാണ് അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ ഒരാൾക്കൊരു പണി കൊടുക്കാനുണ്ട്. എൻ്റെ ഭാര്യയോട്, എൻ്റെ അടുത്തുള്ളവർ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. ഞങ്ങൾ എൻ്റെ ക്ലാസ്സിലാണ് പുള്ളിക്കാരൻ പഠിച്ചിരുന്നത്. പുള്ളിക്കാരനെ ഞങ്ങൾ വിളിച്ചിട്ടിരുന്നത് അന്നപ്പം അല്പം താടി മീശയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. അപ്പം അവർക്ക് ഞങ്ങൾ തൊണ്ടന്മാരാണെന്നാണ് ഞങ്ങൾ അന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ. ആളെ ഞാൻ പറയല്ല, ആളെ ഉണ്ട്, സ്ഥലത്തുണ്ട്. എൻ്റെ ഭാര്യയുടെ ഒരു ഭാഗമാണത്. അപ്പൊ അന്ന് പഠിച്ചതിൽ അല്പം ഞങ്ങൾ ശരീരം ഉൾപ്പൊക്കെ ആൾക്കാരാണ്. പക്ഷെ ഇപ്പം
എന്നെക്കാളും സെന്റിമെന്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് 3 മക്കളാണ്. മൂത്തയാൾ MSW കഴിഞ്ഞ് ന്യൂസിലാൻഡിലാണ്, രണ്ടാമത്തെ ആള് PG കഴിഞ്ഞു, മൂന്നാമത്തെ ആള് 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞിരിക്കുന്നു. ആദരണീയ ഒരുപാട് നമസ്കാരം. പ്രിയ സഹപാഠികളെ, എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ നല്ല പരിചയം കാണും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്നൈയിൽ ഏറ്റവും പഠിക്കാൻ കൊള്ളാത്ത ഒരുത്തനായിട്ട് ബാക്ക് സീറ്റിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് പിന്നോട്ട് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഞാൻ പഠിക്കാൻ പറ്റാൻ പോയിട്ടുമില്ല, പഠിച്ചു. അതുകൊണ്ട് ഞാൻ ഒരു കൃഷിക്കാരനായിട്ട് ഇപ്പോഴും കൃഷി ജോലി ജീവിക്കുന്നു. പിന്നെ ഞങ്ങളെ സംഘാടക സമിതിയിൽ എന്നെ ഒരു അംഗമായിട്ട് ഇട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുഭാഷിന്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എനിക്ക് വളരെ സന്തോഷമായി എന്ന് കഴിഞ്ഞാൽ അന്ന് കണ്ട ആ മുഖങ്ങളെ ഒന്നും കൂടെ കണ്ട് ഒന്ന് പിരിയുക. മനുഷ്യ ആയുസ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് എല്ലാവരെയും ഒന്നും കൂടെ കണ്ട് ആ മുഖങ്ങളെല്ലാം ഒന്നുകൂടെ മനസ്സിലോർത്ത് ഒരു നിലവിൽപ്പെടുക എന്ന ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഈ ബാബുഭാഷും ഈ സേദ്യാപരാധ സർക്കാർ പറഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് എന്നോട് 2 പ്രാവശ്യം അടുപ്പിച്ച് പറഞ്ഞ് എല്ലാ പരിപാടിക്കും വരണം, ഈ സംഘാടക സമിതിക്ക് അംഗമായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ എന്നെയും സംഘാടക സമിതി എക്സിക്യൂട്ടീവിൽ എന്നെ അംഗമായിട്ടിട്ടു. ഞാൻ പല പരിപാടിക്കും വിളിക്കുമ്പോൾ തന്നെ ഓടിയെത്തി. കാരണം എന്ന് ചോദിച്ചാൽ മറ്റു പ്രാരാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ടെങ്കിൽ തന്നെയും എനിക്ക് ആഗ്രഹമായിരുന്നു എല്ലാവരും ഒന്നിച്ച് കാണുക എന്നുള്ളത്. അത് ദൈവം എന്നെ ഇത് പ്രാപ്തനാക്കിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പിന്നെ എൻ്റെ പേര് ആരും അറിയില്ലായി തോന്നുന്നു. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഇനിഷ്യൽ എല്ലാവരെയും P എന്നാണ്, പക്ഷേ പിന്നെ രജിസ്റ്ററിൽ P എന്ന് മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ ഭാര്യയുടെ പേര് അൽഫോൺസ. 2 മക്കള്. എൻ്റെ മൂത്ത കുട്ടീനെ ഏകദേശം ഈ സ്കൂളിൽ ഏകദേശം ആൾക്കാരും അറിയാൻ വഴിയുണ്ട്. അവൻ 3-4 വർഷം ഈ സ്കൂളിൽ ബാങ്ക് സെറ്റ് പഠിപ്പിച്ചിട്ട് A ഗ്രേഡ് മേടിച്ചു കൊടുത്ത ബാങ്ക് മാഷായിരുന്നു. അവൻ ബിടെക് കഴിഞ്ഞ് ഇപ്പോൾ ഷാർജയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. 2 രണ്ടാമത്തവൻ അബുദാബിയിൽ ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുന്നു. 2 പേരും ഇപ്പോൾ നാട്ടിൽ ലീവിൽ വന്നിട്ടുണ്ട്. 2 പേരും ഉടനെ പോവുകയും ചെയ്യും. താങ്ക് യു. മുഖ്യ സ്പോൺസർമാരിൽ ഒരാളും നമ്മുടെ സദസ്യനുമായിരുന്ന ശ്രീ തോമസ് പി മാത്യു നിങ്ങളോട് ഫോണിലൂടെ സംസാരിക്കുകയാണ്. ഹലോ തോമസ്, ഹലോ അന്നെനിക്ക് സമയം എന്തായിപ്പോഴും പാത്രം പഠിച്ചു പാത്രം കഴിയാവൂലേ? സമയം എന്താടാ? സമയം എന്തായിരുന്നു? വൈദ്യുതി കൂട്ടിയോ? ഹലോ, വൈദ്യുതി നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കുമല്ലേ? വൈദ്യുതി നൈറ്റ് ഡ്യൂട്ടി ആയി നിന്റെ കാര്യം കാട്ടാ പോകാൻ മോനെ. ടീച്ചർ, നിങ്ങൾ എല്ലാവരുടെയും പേര് സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രേം നസീർ. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല, ഗുരുക്കന്മാർക്ക് എന്റെ വന്ദനം. പിന്നെ എല്ലാവർക്കും അറിയാം, തെണ്ടിയിലെ ഏക കാക്ക ഞാനായിരുന്നു. കാക്ക മീൻസ് ബഹുമാനപ്പെട്ട സെൻസിറ്റീവ് സാറായിരുന്നു ഹെഡ് മാസ്റ്റർ. അപ്പം സെൻസസ് കഴിഞ്ഞ് ലാസ്റ്റ് പോകുമ്പോഴേ എല്ലാവരും സുലൈമാനുണ്ട് സാർ. സുലൈമാൻ അതാരാ സാർ? ഞാൻ എഴുന്നേറ്റ് നീ മേത്തനാണ്. അപ്പോഴും ഞാൻ മുസ്ലിമായിരുന്നു എന്ന് ഇത്ര മാത്രം പറഞ്ഞിട്ട് എന്റെ വാക്കിൽ അവസാനിക്കും. ചായ, പഴംപൊരി, സർവത്ത്. ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് കല്യാണം കഴിച്ചത്. ഭാര്യ പേര് ഷാനിദ സുലൈമാൻ. 2 കുട്ടികൾ. ഒരാൾ 9ൽ പഠിക്കുന്നു, മറ്റാൾ സസ്പെൻസ് ആണ്. എത്ര വയസ്സ് ഞാൻ പറയില്ല.
അല്ല ഉദരത്തിലല്ല, റിലീസായിട്ടുണ്ട്. യു കെ ജിയിലാണ് കൊട്ടോടി പഠിക്കുന്നു. കളിച്ച് ലേറ്റ് മാരേജ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പേര് കൃഷ്ണനാണ്. ഭാര്യ നാരായണി, പഞ്ചായത്ത് കുറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. മൂത്തമൻ ഹരിദാസ്, അവന് MBAക്ക് മുന്നാൾ പീപ്പിൾസ് കോളേജിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുട്ടി മഞ്ചേശ്വർ ദീപം സെക്കൻഡ് ഇയർ, മൂന്നാമത്തെ കുട്ടി 10ാം കൃഷി. എൻ്റെ കോട്ടയം കാണിക്കാണ്. ഞാൻ പരീക്ഷ എഴുതിയില്ല, അസുഖം പരീക്ഷ. എൻ്റെ പേര് KT ജോർജ്. ഞാൻ 10Bയിലായിരുന്നു. ആദ്യമായി തന്നെ ഗുരുക്കൾക്ക് വന്ദനം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ടീച്ചേഴ്സിനെയാണ്. നമ്മൾ ഏത് ഫീൽഡിൽ ജോലി ചെയ്താലും, നമ്മൾ ഏത് പദവിയിലെത്തിയാലും നമ്മൾ ഒരിക്കലും മറക്കാത്തത് റെസ്പെക്റ്റബിൾ ജോബ് ടീച്ചേഴ്സിനാണ്. അതിന് യഥാർത്ഥം നന്ദി. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സെമിനാരിൽ പോയി. അവിടുന്ന് ഞാൻ 4 വർഷം കഴിഞ്ഞ് ഞാൻ ഷില്ലോങ്ങിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭോപ്പാലിൽ പോയി. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു 84-ൽ. അന്ന് ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഏരിയ അഫക്റ്റഡ് അല്ലായിരുന്നു. അതിനുശേഷം 1985 ഞാൻ ബാങ്കിൽ കയറി. 23 വർഷം ഞാൻ ഭോപ്പാലിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ മധുരയ്ക്ക് ട്രാൻസ്ഫറായി മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്. ഭാര്യയുടെ പേര് ഡെയ്സി, ചെമ്പന്തൊട്ടിയാണ് വീട്. 2 പെൺകുട്ടികളിൽ മൂത്ത ആള് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ASAP എന്നുള്ള സ്ഥാപനം തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ളൊരു പ്രസ്ഥാനമാണ് ASAP, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. അവിടെ പ്രോഗ്രാം മാനേജറായിട്ട്. രണ്ടാമത്തെ ആള് BCom സെക്കൻഡ് ഇയർ. ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിന്റെ പേര് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം മീനാക്ഷി ടെമ്പിൾ കാണാൻ ആർക്കും മധുരയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഗതം. സാറിനെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ റോയ് ജോസഫ് 10Bയിൽ പഠിച്ചിരുന്നു. എൻ്റെ ഭാര്യയുടെ പേര് ഷെർലി. ഇത് 3 മക്കളാണുള്ളത്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടി. 2 പെൺകുട്ടികളിൽ മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തവൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. മൂന്നാമത്തവൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് കുര്യാച്ചൻ, കൊട്ടോളിയിൽ താമസം. 26 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പോൾ സുഖമാണ്. എൻ്റെ ഭാര്യ റാണി. 3 മക്കളാണ്. ദിവ്യ, നവ്യ, സൂര്യ. ദിവ്യ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മെഡിസിൻ പഠിക്കുന്നു. മൂന്നാമത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. ഞാൻ ഇപ്പോൾ മൈനാരിറ്റി സബ്ജക്ഷൻ സബ്ജക്റ്റിനായി നമസ്കാരം. സഹപാഠികൾ എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് സമ്മതിക്കാൻ സന്തോഷം. പിന്നെ നിങ്ങൾ പറയാനില്ല, വളരെ സന്തോഷമുണ്ട്. പറയാൻ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വാസുദേവനോടാണ് ആദ്യമായി ഞാൻ പറഞ്ഞു. ഒരു 5 വർഷത്തിന് മുന്നേ ഒരു സാഹചര്യം ഞാൻ വാസുദേവനെ കാണാൻ സാധിച്ചു. അന്ന് വാസുദേവനെ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വാസുദേവനെ കാണുന്നത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ്. അപ്പോൾ പഞ്ചായത്ത് ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ. കുടുംബം, ഭാര്യ, 2 കുട്ടികൾ, വൈഫ് ഹൗസ് വൈഫാണ്. ലളിത, മകൾ 10th പഠിക്കുന്നു, മകൻ 7th. ബഹുമാനപ്പെട്ട അധ്യാപകർക്കും മറ്റ് സഹപാഠികൾക്കും നമസ്കാരം. മുല്ലപ്പും പള്ളിയോ കൂട്ടിക്കവിളിയോ അതിമലമിഴിയോ ഞാൻ മയങ്ങി. ഏലമണി കാട്ടിലെ മലങ്കുറ, ഏലമണി കാട്ടിലെ
ഈ പാട്ടെല്ലാവർക്കും ഓർമ്മയുണ്ടാവും തോന്നുന്നു. എൻ്റെ പേര് പറയാൻ ആവശ്യമുള്ള കുട്ടിക്കൃഷ്ണൻ. അതെല്ലാം കൂടെ KLCS ലീഡറായിരുന്നു സ്കൂളിൽ ലാസ്റ്റ് വർഷം. ശരി, ഒന്നും ഞാൻ കാട്ടി കപ്പസ്റ്റ് ശരി, അതൊക്കെ സ്വലം പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. 20 വർഷമായി ബാംഗ്ലൂര്. കല്യാണമൊക്കെ കഴിച്ചു. ഒരു ഭാര്യ, ഒരു മോള്. ഭാര്യയുടെ പേര് റാണി, അള്ളി റാണി. അവൾ വന്ന് തൃശ്ശൂർ, മോള് വന്ന് എഞ്ചിനീയറിങ്ങിന് 4th സെമസ്റ്റർ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു കുടുംബ സംഗമം ഇന്നായിരുന്നു, അത് നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അതുകൊണ്ട് എനിക്കും പെട്ടെന്ന് അവിടെ പോകണം. നിങ്ങളെല്ലാം കണ്ടതിലും എല്ലാവരെയും ഇനിയും ആരെ ഫേസ് എനിക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അത് ഞാൻ മനസ്സിലാവുന്നില്ല. ആരും നോക്കിയാലും അത് ആരാന്നും പിടികിടുന്നില്ല. കമലാക്ഷി, ലിസി, വിമല അവരൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്ദിര അവരൊക്കെ കുറച്ച് സുലൈമാൻ പറഞ്ഞു. പിന്നെ വേറെ ഒരു നിമിഷം ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ഇഷ്ടമുള്ള നമ്പർ കുറച്ച് നോട്ട് ചെയ്ത് എനിക്ക് SMS ആയിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്യാം. ഇപ്പൊ നോട്ട് ചെയ്ത നമ്പർ വേണം. നോട്ട് ചെയ്ത വാട്സപ്പ് ഉള്ളവർ 0 നമ്പർ പറയുന്നുണ്ട് 097 391 88572. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആപ്പാടെ 4-5 പേര് മാത്രമേ ഉള്ളൂ. എല്ലാവരും ചേർക്കണമെന്ന് ആഗ്രഹമുള്ളത്. ആരൊക്കെ ഇഷ്ടപ്പെടാനുള്ള ഇതൊരു SMS ആയിട്ട്. അധ്യാപകർക്ക് നമസ്കാരം. എൻ്റെ പേര് വിനോദ് കുമാർ സി. ഞാൻ 10B-യിലായിരുന്നു പഠിച്ചിരുന്നത്. കുറേ പേരെയൊക്കെ എനിക്കറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ പേര് ഫോണിൽ കൂടി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് മൃഗസംരക്ഷണ വകുപ്പിൽ വെറ്റിനറി ഫീൽഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് രമ വിനോദ്. 2 കുട്ടികളാണുള്ളത്. മൂത്ത മകൻ 3ാം വർഷം എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. മോള് അവള് +2 ഈ വർഷം +2-ലേക്ക് വർക്ക് ചെയ്യുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ 36 വർഷത്തിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പലരെയും നേരത്തെ കാണാറുണ്ടായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരെ പലരെയും കാണാറുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഞാൻ ഒരു ഓട്ടോഗ്രാഫ് സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം കയ്യൊപ്പുള്ള ഓട്ടോഗ്രാഫ് എന്നും ഞാൻ മറിച്ചു നോക്കാറുണ്ട്. പിന്നെ ഫോട്ടോ എന്നെ നഷ്ടപ്പെട്ടു. ഞാനിവിടെ പുരേന്ദ്രനിൽ നിന്ന് കിട്ടി. അങ്ങനെയുള്ള കോപ്പിയൊക്കെ എടുത്തു. ഈ 36 വർഷത്തിന് ശേഷം നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കാണുമ്പോഴുള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങളെ കണ്ടതിന് സന്തോഷമുണ്ട്. ഈ ഒരു മൊമെന്റിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി പൂർണ്ണ നമസ്കാരം ഞാൻ അധ്യാപകർക്ക് നേരുന്നു. എൻ്റെ കെമിസ്ട്രി പഠിപ്പിച്ച അധ്യാപകരെല്ലാവരും കാണുന്നുണ്ട്. കാരണം ഞാൻ കെമിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് സൾഫറിക് ആസിഡ് HCl എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ അധ്യാപകർ ഓർക്കും. ആ സമയത്ത് H2SO4, HCl അങ്ങനെയുള്ള എല്ലാ കെമിക്കലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നത് കെമിക്കൽ സാറിൻ്റെ മുഖമാണ്. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ആകെ 26 മാർക്കാണ് പരീക്ഷ കിട്ടിയത് കെമിസ്ട്രിയിൽ. പക്ഷേ ഇന്ന് ഞാൻ അതിൽ വേൾഡിലെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗ്ലോബൽ കമ്പനിയിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ അതിൻ്റെ കെമിസ്ട്രിക്കലായിട്ട് ഞാൻ വർക്ക് ചെയ്യാം. അത് നമ്മുടെ എൻ്റെ അറിവുകൊണ്ടല്ല, ഇവരൊക്കെ പറഞ്ഞു തന്ന ആ കഴിവ് കൊണ്ടാണ് ഞാൻ ഇന്ന് അത് പ്രാക്ടിക്കലായിട്ട് ഞാനത് ഉപയോഗിക്കുകയാണ് അവിടെ. എൻ്റെ പേര് ഞാൻ സൗദി അറേബ്യയിൽ യാംബു എന്ന ഇൻഡസ്ട്രി ഏരിയയിൽ ക്രിസ്റ്റൽ ഗ്ലോബൽ കമ്പനിയിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അതിൽ വർക്ക് ചെയ്യും. ലോകത്തിലെ എല്ലാ സോ ഇപ്പോൾ എൻ്റെ മുഖമാക്കിയത് ഓർമ്മയുണ്ടോ? ആ ചെറുപ്പത്തിൽ എൻ്റെ പേര് UM തോമസ്.
10ാം ക്ലാസ് സിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ചെമ്പട്ടം കാലിലാണ്, വർഷങ്ങളായിട്ട് അവിടെയാണ്. അവിടെ വീട് വാങ്ങിച്ചു. ഭാര്യ ആലീസ് അവിടെ CMI സ്കൂളിൽ പഠിപ്പിക്കുന്നു. മൂത്ത മകൻ ടോംസൺ റോസിൽ ഹൈസൺ. ടോംസൺ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ. റോസിൽ മോള് അവള് ഫാദർ മുള്ള ഹോസ്പിറ്റലിൽ ഓഡിയോളജി പഠിക്കുന്നു. ഇളയവൻ ടൈസൺ 10ാം ക്ലാസ് പാസ്സായി റിസൾട്ട് വേണ്ടി. ഈ സന്ദർഭത്തിൽ സംഘടിപ്പിക്കാൻ പ്രത്യേകമായിട്ട് മുൻകൈയെടുത്ത് എല്ലാ ആരാധിക്കാറില്ല. ഞാൻ അധികാരികമായിട്ട് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിയുകയും അങ്ങനെ 1-ാം തീയതി ഞാനിവിടെ വന്നതാണ്, കഴിഞ്ഞ 1-ാം തീയതി. അപ്പോൾ ഇതിൽ സംബന്ധിക്കാൻ സാധിച്ചത് നിങ്ങൾ എല്ലാവരുടെയും മുഖം എനിക്ക് ഇന്ന് ഓർമ്മ വരുന്നില്ല എങ്കിലും ലുക്ക എല്ലാവരുടെയും എൻ്റെ മുഖം ഓർക്കുക. തിരുവനന്തപുരം ചെറുപ്പത്തിൽ വണ്ണം പറഞ്ഞ ആളെ ഓർക്കുക. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു. നന്ദി. വീണ്ടും കാണും എന്ന പ്രതീക്ഷയോടെ നമസ്കാരം. ജോണേ ജോൺ ഹലോ ബോറടിച്ച പറഞ്ഞു എല്ലാ അധ്യാപകർക്കും സ്നേഹവന്ദനം. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതാണ്. ഞാൻ ലേറ്റായി. പള്ളിയിൽ 12 മണിക്കാണ് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ലേറ്റായത്. പിന്നെ എല്ലാവരും കാണാൻ ഒത്തിരി സന്തോഷമുണ്ട്. ആരും പരിചയപ്പെട്ടില്ല, ഇപ്പോൾ വന്നതേ ഉള്ളതുകൊണ്ട് എല്ലാവരും മനസ്സിലാവുന്ന സംശയമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർക്ക് എൻ്റെ ഒത്തിരി സ്നേഹം വന്നിട്ടുണ്ട്. ഞാൻ 10th സിയിൽ പഠിച്ചതാണ്. ആലീസ് കള്ളാറിലാണ് താമസിക്കുന്നത്. 2 പെൺകുട്ടികളുണ്ട്. അവർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഇയറായി 2 പേരും. പിന്നെ ഞാനൊരു കൂടങ്കലിൽ വർക്ക് ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട്. അശോക് കുമാർ തണ്ടിയിൽ പഠിച്ചതാണ്. ഭാര്യ സുമതി. നമുക്ക് 3 കുട്ടികളുണ്ട്. മൂത്തവൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തവൾ +2. മോൻ 10ാം ക്ലാസ് കഴിഞ്ഞിരുന്നു. എൻ്റെ പേര് രാധാമണി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നാട് പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. അംഗൻവാടി വർക്കറാണ്. നമുക്ക് 3 കുട്ടികളുണ്ട്. 2 ആണ്, 1 പെൺ. പെണ്ണ് നേഴ്സാണ്. ഒരു മോളെ കല്യാണം കഴിഞ്ഞു, മോളെ കല്യാണം കഴിഞ്ഞു, ഞാൻ കല്യാണം കഴിക്കാറുണ്ട്. വത്സമ്മ PM ആയിരുന്നു. ഇപ്പം വത്സമ്മ തോമസ് ആണ്. എന്നെ കണ്ടെത്താണ് കിട്ടിച്ചത്. മാലക്കല്ലിൽ തന്നെയാണ്. ഭർത്താവിൻ്റെ പേര് തോമസ്. എനിക്ക് 3 കുട്ടികളുണ്ട്. 2 ആണും 1 പെൺകുട്ടിയും. മൂത്തയാള് കല്യാണമൊക്കെ കഴിച്ച് ബിസിനസ്സൊക്കെയായിട്ട് മാർക്കറ്റിൽ തന്നെയാണ്. രണ്ടാമത്തെ ആളും കുടുംബവും സൗദിയിലാണ്. 3ാമത്തെ പെൺകുട്ടി അവള് ബോംബെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയുന്നു. നമുക്കൊരേ
ആഹാ 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 പേര് മാത്യു ടി എ മാത്യു എന്നാണ് ഉടയത്തിലാണ്. എനിക്ക് 2 കുട്ടികൾ. മൂത്തയാള് വീട്ടൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോള് നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ജോലിയായിട്ടില്ല. ഭാര്യയുടെ താങ്ക്സ്. പ്രിയരെ, ഞാൻ 78 ബാച്ചിൽ 10C പഠിച്ചിരുന്ന MS വാസുദേവൻ. അന്ന് വളരെ ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ ഞാൻ ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലുമായിരുന്നു. ആദിവാസികളോടൊപ്പമായിരുന്നു 5-10 വർഷക്കാലം. അപ്പോൾ നമ്പൂതിരി പറഞ്ഞ പോലെ യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു. ഇറങ്ങുമ്പോൾ ഒരു ചവിട്ടുണ്ട്, അതാണ് സഹിക്കാൻ പറ്റാത്തത് എന്നതുപോലെ ഞാൻ അതൊക്കെ അത് അവസാനിപ്പിച്ചു. രണ്ടാമതിപ്പോൾ വേറെ ഒരു ജീവിതത്തിലാണ്. പിന്നെ ഇപ്പോൾ ഞാൻ 1 വർഷമായി പീപ്പിൾസ് കോളേജിൽ മുന്നാട് പബ്ലിക് റിലേഷൻസ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യുന്നു. ഞാൻ 65 വയസ്സിലേ റിട്ടയർ ചെയ്യുകയുള്ളൂ. മറ്റൊരു കാര്യം, ഭാര്യ ഷാനിജ, ഒരു കുട്ടി അവനിവിടെ ഉണ്ട്, എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ആ പച്ച ഷർട്ടിട്ട് നടക്കുന്ന കുട്ടിയാണ് എൻ്റെ മകൻ അലൻ ശിവശങ്കർ. അവൻ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ടൊക്കെ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. വളരെയധികം സന്തോഷമുണ്ട്. സമയപരിമിതിയുടെ കൈകളിൽ വാക്കുകൾ മുങ്ങിച്ചാവുന്ന ഈ അവസരത്തിൽ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. 4-5 വർഷം മുമ്പ് കമലാക്ഷി അന്ന് എന്നെ ഐഡന്റിഫൈ ചെയ്തില്ല. പക്ഷെ ഞാൻ കമലാക്ഷിയെ വിളിച്ച് കമലാക്ഷിയിലെ ചോദിച്ചു. അപ്പം കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഫോൺ നമ്പറൊക്കെ കൈമാറി. അതിനുശേഷം ഇതുപോലൊരു കൂടിച്ചേരൽ സംഘടിപ്പിക്കണം. വാസുദേവൻ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് നടന്ന ആളായതുകൊണ്ട് ഇതിന് പറ്റിയ ഒരാളാണ് എന്ന് കമലാക്ഷി തിരിച്ചറിയുകയും അങ്ങനെ എന്നോട് പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, ഇത് കുറെ തലവേദന പിടിച്ച പടിയാണ്, കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാനതവിടെ വെച്ചു. കുമാരനും അതുപോലെ ഒരു മരണ വീട്ടിൽ വെച്ച് യാദൃശ്യമായി കണ്ടു. അപ്പോൾ കുമാരൻ വന്ന് എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലായോ? സത്യത്തിൽ എനിക്ക് അന്ന് കുമാരനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല. അപ്പോൾ കുമാരൻ പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ പറഞ്ഞ് ആ സമയത്ത് കുമാരനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനൊരു കൂടിച്ചേരൽ സംഘടിപ്പിക്കണമെന്ന്. പല കാരണങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയും അതിന് അത്ര യോജിച്ചതായിരുന്നില്ല എന്നതാണ് യഥാർത്ഥ അവസ്ഥ. ഏതായാലും അതിനുശേഷം ഈ അടുത്ത ദിവസം ഒരു 2 മാസത്തോളം മുമ്പ് ബാബു ഒരു ദിവസം വിളിച്ചു. ഇങ്ങനെ ഒരു ആലോചനയുണ്ട്. ഞാൻ പറഞ്ഞത് വളരെ നല്ല കാര്യം, നമുക്ക് അത്രയും വേഗത്തിൽ നടത്താം. അങ്ങനെയാണ് ഇതിൻ്റെ ആലോചനകളൊക്കെ നടന്നത്. അത്ര കാര്യം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തിയല്ലോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം. വളരെ സന്തോഷമുള്ള ഒരു കാര്യം, പലരെയും വിളിച്ചപ്പോൾ ആദ്യമൊക്കെ ഓർത്തെടുക്കാൻ വൈകിയെങ്കിലും പക്ഷെ പിന്നീട് പലരും നിർത്താതെ ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ സന്തോഷം ഞങ്ങൾക്ക് ഫോണിലൂടെ തൊട്ടറിയാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഏതായാലും ഇങ്ങനെ ഒരു കൂടിച്ചേരൽ ഞങ്ങളുടെ ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ പരിപാടി ഫ്ലോപ്പായി. എത്ര കണ്ട ആളുകൾ വന്നു. അപ്പോൾ വന്നവരാണ് ഇത് വിജയിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം, ഇതുപോലെ ഒരു സദസ്സിൽ മറ്റു പല സദസ്സുകളിലും നമുക്കൊക്കെ അധ്യക്ഷനാവാനോ പ്രസംഗിക്കാനോ കഴിയും. പക്ഷെ നിങ്ങളുടെ തന്നെ ഇടയിൽ നിങ്ങളെ പോലുള്ള ഒരാളാണ് ഇവിടെ അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകമായ ഒരു ആനന്ദം അനുഭവിക്കുന്നു. കാരണം നിങ്ങൾ എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമായിട്ട് ഞാൻ അതിനെ കാണുന്നു. താങ്ക് യു. നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. ഞാൻ വളരെ ലേറ്റായിട്ട് വിവാഹം ചെയ്ത ആളാണ്. സെമിനാറിൽ പോയാൽ അത്ര വേണ്ടി പോയതൊന്നുമല്ല, ഉറപ്പിൽ പറയട്ടെ. അതിന് ബോധകരമായ ഒരു കാര്യങ്ങൾ പറയുന്നത് പ്രസക്തമാണ് എന്ന് തോന്നുകൊണ്ട് പറയുകയാണ്. എൻ്റെ ജീവിതാഭിലാഷമായിരുന്നു ഒരു അധ്യാപകനാവുക എന്നുള്ളത്. കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എടുത്ത ഒരു ദൃഢപ്രതിജ്ഞയാണ് അധ്യാപകനാവുക എന്നത്. കാരണം 5ാം ക്ലാസ്സിൽ നമ്മുടെ യൂണിഫോം, എന്നോടൊപ്പം 5ാം ക്ലാസ്സിൽ പഠിച്ചവർക്കറിയാം, കാക്കി നിക്കറും വെള്ള ഷർട്ടുമായിരുന്നു. എൻ്റെ കാക്കി നിക്കറെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കശുമാങ്ങക്കറിയും ഒക്കെ പറ്റി, പിന്നെ ഈ തമ്മിൽ ചേരുന്നിടത്ത് പിന്നൊക്കെ അടിച്ച സാധനം, വളരെ ഡർട്ടിയായിട്ടുള്ള സാധനമായിരുന്നു. അപ്പൊ അന്ന് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറ്
പേര് ഞാൻ പറയുന്നില്ല, സൗകര്യപൂർവ്വം. സാറ് യൂത്ത് ഫെസ്റ്റിവലിന് സ്ക്വാഡ് തിരിച്ച് മത്സരം നടക്കുന്ന സമയത്ത് സാറിന്റെ സ്ക്വാഡില് ഒരു നാടക മത്സരം നടത്തി. ആ നാടകത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ലോട്ടറി ടിക്കറ്റ് എന്നാണ്. അതില് ലോട്ടറി വിറ്റ് നടക്കുന്ന ഒരു തെണ്ടിത്തിറക്കനുണ്ട്. ആ തെണ്ടിത്തിറക്കന്റെ വേഷത്തിന് വേണ്ടി നിക്കർ വേണം. അപ്പൊ ആ സാറ് അന്ന് എനിക്കൊരു മുണ്ട് കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു, അവരത് ആ നിക്കർ ഊരിക്ക് തരാൻ പറഞ്ഞു. ഞാൻ സന്തോഷത്തോടുകൂടി നിക്കർ ഊരി കൊടുത്തു, കാരണം മുണ്ട് കിട്ടിയതാണല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണുന്നത് നമ്മുടെ സ്റ്റേജില് എന്റെ സഹപാഠിയായിരുന്ന SM മാത്യു എന്റെ നിക്കർ ഇട്ടുകൊണ്ട് കയ്യിലൊരു പഴമൊക്കെ തെളിച്ച് പിടിച്ച് പാട്ടും പാടി തെണ്ടിയുടെ വേഷം കിട്ടില്ല. പാട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും, പിന്നെ എന്റെ ഒട്ടിയ വയറിന്റെ കൊട്ടങ്ങളെന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് പാടി. ഞാൻ നോക്കുമ്പോൾ എല്ലാം നിക്കറായിട്ടേക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇപ്പോഴത്തെ 7C ക്ലാസ് റൂമിലേക്ക് കയറി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മുണ്ട് തന്ന സാറ് അത് വാങ്ങാൻ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മുണ്ട് കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. കുറെ കഴിഞ്ഞപ്പോൾ സാറിന് കോലയിലൊക്കെ നിക്കറും പിടിച്ച് വന്നു. എന്നിട്ട് നിക്കറിട്ടിട്ട് മുണ്ടടിച്ചിട്ട് പോടാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നിക്കറിട്ട് മുണ്ടൂരി കൊടുത്തിട്ട് ഒരൊറ്റ ഓട്ടം ഓടി എന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മ എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞു, എന്താ നിന്റെ പ്രശ്നം? ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. ഇനി ഞാൻ സ്കൂളിൽ പോയിരുന്നു. എന്താ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിക്കറില്ലാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ പാടെ എൻ്റെ അമ്മ കുരിപ്പണിയൊക്കെ എടുത്ത് എനിക്ക് നിക്കർ തയ്ച്ചു തന്നു. ഞാൻ പോകാൻ നേരത്ത് അമ്മ എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞ ഒരു വാക്ക്, നീ നാളെ ഒരു അധ്യാപകനാവണം. നിന്റെ മുമ്പിൽ കടന്നു വരുന്ന ഇതുപോലെ ദരിദ്രരായിട്ടുള്ള കുഞ്ഞുങ്ങളെ സ്നേഹത്തോടും വാത്സല്യത്തോടും പരിഗണനയോടും കൂടി വിദ്യാഭ്യസിപ്പിക്കുമ്പോൾ ആ പ്രതികാരമായിരിക്കണം നിന്റെ മനസ്സിനേൽപ്പിച്ച മുറിവ് ഉണക്കാനുള്ള മരുന്നായിട്ട് കാണേണ്ടത്. അന്ന് ഞാൻ എടുത്ത പ്രതിജ്ഞയാണ് ഒരു അധ്യാപകനാവുക എന്നത്. അതുകൊണ്ടാണ് 78-ല് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വെളിയിൽ നിന്നപ്പോൾ പഠിക്കാൻ മാർഗമില്ല. അപ്പോ അന്നത്തെ മാർഗം സെമിനാരി പോകാന്നുള്ളത്. അങ്ങനെ സെമിനാരി പോയി 2 വർഷം അവിടെ കഴിഞ്ഞ് ചാടി പഠിച്ചു. BSc എടുത്തു. ഞാൻ MA ഇംഗ്ലീഷ് കൂടിയാണ്. പിന്നെ ഇപ്പോൾ അധ്യാപകനെ സന്തോഷത്തോടു കൂടി ജീവിക്കും. 33ാമത്തെ വയസ്സിൽ എനിക്കൊരു ഭാര്യയെ കിട്ടി. 2 മക്കളുണ്ട്. മൂത്ത മകൻ ഹൈദരാബാദിൽ പെട്രോളിയം എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, അൽ ഹബീബ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇളയ മകൻ ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക്. സന്തുഷ്ടമായ കുടുംബജീവിതം. ഭാര്യ ഹൗസ് വൈഫായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ നേഴ്സായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം എൻ്റെ കുട്ടികളോടൊപ്പം കഴിയുന്നു. സന്തോഷപ്രദമായ കുടുംബജീവിതം നയിക്കുന്നു. ഒരു അധ്യാപകനായി ജീവിക്കുന്നു. പ്രേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട A.L. തോമസ് സാറിനെ ക്ഷണിച്ചു. സ്ത്രീകളുടെ ഭാഗത്ത് അടുത്തതായി ബഹുമാനപ്പെട്ട ജനസമ്മ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു.
അമേരിക്കയിൽ നിന്ന് നമ്മളോട് സംസാരിച്ച ബഹുമാനപ്പെട്ട PK നേടിക്കുന്നതിനുള്ള ഉപഹാരം സഹോദരനായ ഒരു സംഗമത്തിൽ ഒരേ ഒരു വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റൊന്നുമല്ല, നമ്മെ നയിക്കുന്ന ഏറ്റവും കാതലായ വികാരം അത് എൻ്റേത് എന്നുള്ള ആ ഒരു വികാരമാണ്. നമ്മളെ ഇവിടെ ഒത്തുചേരാൻ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ്. എൻ്റെ സുഹൃത്ത്, ഞാൻ വരാൻ ഇടയായത് എൻ്റെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആ എൻ്റേത് എന്നുള്ള ആ ഒരു വികാരം അതാണ് നമ്മെ എങ്ങോട്ടും നയിക്കുന്നത്. അതെല്ലാം അടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അതിന് ഉപരിയായി എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. പെൻഷനാവുണ്ടായിരുന്നു. പെൻഷനായതിനു ശേഷം എന്തോ ഒരു ഏകാന്തത അനുഭവപ്പെടുന്നത് പോലെ. ഞാൻ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ പലരും വരും. എൻ്റെ കുട്ടി എങ്ങനെയുണ്ട്, അങ്ങനെ ആ കുട്ടികളെ കുറിച്ചുള്ള ആശയ വിനിമയം നടത്തുകയും അതോടൊപ്പം ഒരു സമൂഹവുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെയൊരു അവസ്ഥയില്ല. അത് അവരുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ എന്തോ ഒരു ഏകാന്തത അനുഭവപ്പെടുന്നത് സമൂഹവുമായിട്ട്. അല്ലെങ്കിൽ പിന്നെ വേണമായിരുന്നത് ഇതിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ അങ്ങനെയൊക്കെ ആയിട്ട് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ബന്ധം ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കണക്കിന് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളെക്കാൾ അവരുടെ സ്ഥിതി ഒക്കെ ഇവിടെ വിശദീകരിച്ചു. ഇതിനും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സാങ്കത്യം. പണ്ടൊക്കെ മാതാപിതാക്കന്മാർ കുട്ടികളെ വഴക്ക് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, നന്നായിട്ട് പഠിക്കുന്ന കൂട്ടുകാരെ ചൂണ്ടിയാണ് പറയുന്നത്. അവന് നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ, അവന് അങ്ങനെ പഠിക്കാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ എന്നും പറഞ്ഞാൽ അവർ വഴക്ക് പറയുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് ചിലപ്പോൾ അവരെ സ്വാധീനിക്കാം, ചിലപ്പോൾ സ്വാധീനിക്കാൻ കഴിയാതെ വന്നിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ സംസാരിച്ചതിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ നല്ല നല്ല നിലയിൽ ആയി എന്നാണ് ഞാൻ കേട്ടത്. അതിനപ്പുറം ഇതിന് വളരെയധികം പുരോഗമനപരമായിട്ടുള്ള ഒരു പരിസമാപ്തി അല്ലെങ്കിൽ ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും നിങ്ങളിങ്ങനൊരു സംഗമം സംഘടിപ്പിച്ചത് വളരെ സന്തോഷം. എൻ്റെ ഒരു പ്രസംഗം കേട്ടുപോയി ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല, അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ
ഇങ്ങനെ ഒരു കൂട്ടായ്മ ഏർപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇതേപോലെയുള്ള കൂട്ടായ്മ നടത്താൻ ഞങ്ങളൊക്കെ ക്ഷണിക്കാൻ ഉള്ള ഒരു സന്മനസ് നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ അങ്ങനെ അല്ലാതെ ഞാൻ എങ്ങനെ അഭിസംബോധന ചെയ്യുക? ഞാൻ ഇവിടെ വന്ന് അവിടെ പുറകിലിരുന്ന് ഇവിടെ നിങ്ങൾ പരിചയപ്പെടുന്ന ഓരോ മുഖം ഏതെങ്കിലും മുഖം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി പുറകിലിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പലരും അങ്ങനെ നിർബന്ധിച്ചെങ്കിലും ഞാൻ അവിടെ ഇരുന്നതിന് കാരണം അതാണ്, സാധിച്ചില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഏറെക്കാലം കൂടി ഇല്ലായിരുന്നു. 78 ഞാൻ ഇവിടെയുള്ള വർഷമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരുമാണ് എൻ്റെ ആദ്യത്തെ മക്കൾ. ഈ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങൾക്കറിയാം, അച്ഛൻ്റെ തൊട്ട് അപ്പുറം ഇരിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ നോക്കുക, ഇന്നിപ്പോ എന്റെ തലയിൽ ഒന്നുമില്ല. എന്നെ കണ്ടാൽ നിങ്ങൾ ആരും അറിയില്ല. നല്ല ചുരുണ്ട മുടിയുള്ള, തല നിറച്ചു മുടിയുള്ള, ഒന്നാന്തരം സുമുഖനായ ചെറുപ്പക്കാരൻ. എനിക്ക് എന്നെ കുറിച്ച് തന്നെ നല്ല അസൂയ തോന്നുക. ഇന്ന് ഈ അവസ്ഥയിൽ ഞാനായി. അതുകൊണ്ട് നിങ്ങളെ ഇന്ന് ഇങ്ങനെ ഇവിടെ എന്നെ ഈ എബ്രാഹിം പല പ്രാവശ്യത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അത് വിളിച്ചു. എനിക്ക് അദ്ദേഹം ഞാൻ ഫോൺ എടുത്തില്ല. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് അതിൻ്റെ അദ്ദേഹത്തെ ഞാനുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ ഇടയാകട്ടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോരാൻ വയ്യ. അതുപോലെ കാര്യം പറഞ്ഞാൽ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ അത് യാത്ര ഒഴിവാക്കാനും. പക്ഷെ ഇപ്പൊ ഞാൻ ഓർക്കായിട്ട് ഇതിനെ വരാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അത് എന്തൊരു കഷ്ടമായി പോയത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഈ ചിരിക്കുന്ന സന്തോഷകരമായ മുഖം കാണുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ കരുതുക. അതിന് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ എന്റെ ഈ പെൺകുട്ടികളൊക്കെ അവരൊക്കെ പ്രസവിച്ച അമ്മമാരാ, എല്ലാവരും അമ്മമാരൊക്കെ ആരും പറഞ്ഞില്ല. പ്രസവ വേദനയെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. അതേസമയത്ത് പ്രസവിച്ചു കഴിഞ്ഞ് സ്വന്തം കുഞ്ഞിനെ കയ്യിലെടുത്ത് കഴിയുമ്പോഴുള്ള ആനന്ദം, അതാണ് ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് ഞാൻ കണ്ടത്. ആ ആനന്ദത്തിൽ പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളത് അതിനേക്കാളും വലുതാണ്. ഈ ഒരു വർഷക്കാലമാണ് ഞാൻ ഇതായിട്ടുള്ളത്. ഞാൻ പെർമനന്റായി ആദ്യമായിട്ട് അധ്യാപകനായിട്ട്, സ്ഥിരാധ്യാപകനായിട്ട് വരുന്നത് ഈ ഹോളി ഫാമിലി രാജപുരത്തേക്കാണ്. ഇവിടെ വന്നു ഇന്ന് അഭിമാനത്തെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഹോളി ഫാമിലിയിലെ എന്റെ ശിഷ്യനാണ് ഇപ്പൊ ഇവിടുത്തെ പ്രധാന അധ്യാപകൻ എന്റെ ശിഷ്യനാണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്താ അഭിമാനിക്കാൻ കുറവ്? അതുപോലെ മറ്റു പല അധ്യാപകരും ഇവിടെയുണ്ട്. ഇങ്ങനെ യഥാസാധന എന്റെ ശിഷ്യനാണ്. അങ്ങനെ 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 ഒത്തിരി സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഈ ഇവിടത്തെ എന്റെ അധ്യാപക ജീവിതം പ്രദാനം ചെയ്ത സന്തോഷകരമായ കാര്യങ്ങൾ ഒത്തിരി കിട്ടി. ആ ഇടിവെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേര് ഞാൻ ഭയപ്പെട്ടു. സഹോദരി വീട്ടിൽ നിന്ന് ഒറ്റ വിളിയാ. ആ വിളി ഇപ്പോഴും എന്റെ കാതിലുണ്ട്, ചേട്ടായി എന്ന്. അങ്ങനെ അതുപോലെ തന്നെ എന്റെ ശിശുക്കളെങ്ങനെ കൊണ്ട് പോയി. അന്നിവിടെ മൈതാനമില്ല. എന്റെ ഈ തലയിലെ മുടി പോയത് ഒരു കാരണം അതായിരിക്കും അവർ. പക്ഷേ ചൂരക്കോട്ടയ്ക്കകത്ത് മണ്ണിൽ തോന്നിയാൽ എന്റെ കുട്ടികളെയും കൂട്ടി അതെനിക്ക് വലിയ സന്തോഷമുണ്ട്, വലിയ അഭിമാനത്തോടുകൂടി ചെയ്തതാ. ഇന്നവിടെ മനോഹരമായ ഒരു മൈതാനം, ഫുട്ബോൾ കളം കൊള്ളാം. അതുപോലെ തന്നെ ഞങ്ങള് സേവനവാദത്തിന് കുട്ടികളെയും കൂട്ടി പോയി നല്ല ഒന്നാന്തരം വഴിയൊക്കെ വെട്ടി എല്ലാം കണ്ട് സന്തോഷിച്ചു. ആ കൊള്ളാം, മനോഹരം, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ വൈകുന്നേരമായപ്പോൾ ഒരു പെരുമഴ, ആ വെട്ടിയെടുത്തോളം കൂടെ വെളിയിൽ ദുഃഖത്തോടെ ഞങ്ങൾ മടങ്ങിപ്പോന്നു. അങ്ങനെ അങ്ങനെ ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണെങ്കിൽ ഒത്തിരി ഒത്തിരി ഉണ്ട്. ഞാനിവിടെ ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള മുഖങ്ങളൊന്നുമില്ല. എങ്കിലും നിങ്ങളൊക്കെ എന്റെ കുട്ടികളാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഏറെ അഭിമാനകരം, ഏറെ സന്തോഷകരം. അത് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. നിങ്ങളോട് യാത്ര ചോദിക്കുമ്പോൾ ഇനി നിങ്ങളൊക്കെ കാണാൻ സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് ദൈവത്തിന്റെ നിശ്ചയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിതിനെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഞങ്ങളെ ആദരിച്ചു. അത് ഏറെ സന്തോഷകരം. നിങ്ങളോട് അതിനുള്ള നന്ദി തീർത്താൽ തീരാത്ത നന്ദിയാണ്. ഞാന് ഈ അവസരത്തില് നിങ്ങളോട് വിട വാങ്ങുമ്പോൾ നന്ദി പറയുമ്പോൾ ഈ ഒരു വാചകം മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. Please pray for me. Sometime you may not see my face, but many things are wrought by prayer that this world dreams of.
ഈ ലോകത്തിന് സ്വപ്നം കാണാൻ സാധിക്കുന്നതിനേക്കാൾ മഹത്തായ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ എന്റെ ഈ ശിഷ്യഗണത്തെ തീർച്ചയായും എന്റെ പ്രാർത്ഥനയെ ഞാൻ അനുസ്മരിക്കും. പ്ലീസ് നിങ്ങൾ എന്നെ ഓർമ്മിക്കുക. നന്ദി, നന്ദി, 1000